ഈ നാടകം എന്ന് പറഞ്ഞാൽ ഒരു വലിയ കലയാണ്. അതെ, നാടകം ഒരു വലിയ കലയാണ്. പക്ഷെ അമ്മാവൻ തോപ്പിൽ പാസിയോ എന്നെ പിള്ളേന്നും അല്ലല്ലോ. ആ, വേദി ഉണരുമ്പോൾ മനോഹരമായ ഒരു വീടിന്റെ പൂമുഖം, ഒരു കസേരയിൽ പത്രം വായിച്ചിട്ടിരിക്കുന്ന ഭാസ്കര കൈമൾ. പോയില്ലേ, അവിടെ തന്നെ പോയില്ലേ? അല്ല, ഭാസ്കര കൈമൾ. എന്താ കുഴപ്പം? ഈ നായകനൊക്കെ ഭാസ്കര കൈമൾ എന്ന് പേരിട്ടത് ഒരു പഴഞ്ച നാടകമില്ലേ? എന്റെ അമ്മാവ, ഭാസ്കര കൈമൾ എന്ന് പറഞ്ഞത് നായകനല്ല, ജയകൃഷ്ണനാണ് നായകൻ. ഇത് ആദ്യം മുഴുവൻ കേൾക്ക്, എന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക. അങ്ങനെ പറയരുത്. ചോദ്യങ്ങൾ ചോദിക്കുന്നത് പ്രേക്ഷകന് അതൃപ്തി ഉള്ളത് കൊണ്ടാണ്. ഇത് ക്ഷമയില്ലാത്തോണ്ടാ. ആ, അകത്തേക്ക് നോക്കി, ലക്ഷ്മി എനിക്ക് കുടിക്കാനൊരു ചായ എടുത്തോളൂ. ആര്? ഭാസ്കര കൈമൾ. കൈ ഗ്ലാസും അതിൽ കുടിക്കാൻ ചായയുമായി ലക്ഷ്മി നടന്ന് പ്രവേശിക്കും. ലക്ഷ്മി, അച്ഛൻ ചായ ചോദിച്ചില്ലേ? ഇതാ അച്ഛാ ചായ, കുടിച്ചാട്ടെ. ഇതെന്താ മെഗാ സീരിയൽ എഴുതുന്ന ആളാണ് അത് എഴുതിയിരിക്കുന്നത്? ഇത് എഴുതിയത് വായിച്ചിരുന്നാൽ തന്നെ ഒരു ദിവസം പോലോ. നമുക്ക് കാര്യം അറിഞ്ഞാൽ പോരെ. കയ്യിൽ ചായയുമായി വരുന്നു, കയ്യിലല്ലാണ്ട് പിന്നെ തലയിൽ വെച്ചിട്ട് ആരെങ്കിലും ചായ കൊണ്ടുവരും? നടന്നു വരുന്നു, പിന്നെ കടന്നിട്ട് വരുവാരെങ്കിലും. ഇങ്ങനെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും എഴുതി പിടിപ്പിച്ചിട്ട് അത് വായിക്കാനുള്ള സമയമല്ല. വളരെ ചുരുങ്ങിയ അതിൽ മതി. വരുന്നു, ചായ കൊടുക്കുന്നു, അങ്ങനെ മതി. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ പഴഞ്ചനല്ലേ ഇത്? ഇതൊരു പഴയ തറവാടിന്റെ കഥയല്ലേ, പിന്നെ അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. എടാ, ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ പറയുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ കമലതലം കണ്ടിട്ടുണ്ട് സിനിമ. നീ പറയണേ. അപ്പൊ പിന്നെ എങ്ങനെ പറയണെന്നാണ് അമ്മ പറയുന്നത്? അമ്മ പറ. അല്ല, ഞാൻ വായിക്കുന്നില്ല. അമ്മ പറ. എന്തിനാ വെറുതെ അങ്ങനെ പറയണത്? പിന്നെ ചായ ആയിട്ട് വരുന്നു, അച്ഛാ ചായ പ്ലീസ്. പരിപാടി ഇംഗ്ലീഷ് പ്ലീസ്. പിന്നെ ഇംഗ്ലീഷിന്റെ ആളാ, കണ്ടാ പറയില്ല കേട്ടാ. എടാ, ഈ നാടകം എന്ന് പറയുന്ന കലയുണ്ടല്ലോ, അത് ഭാഷയ്ക്ക് അതീതമാണ്. അഭിനയിക്കുന്ന നടന്റെ മുഖത്ത് വരുന്ന ഭാവങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ആ നടൻ എന്താണ് പറയുന്നത് എന്ന്. നമ്മൾ ചില ഇംഗ്ലീഷ് പടങ്ങളെ കണ്ടില്ലേ, അതുപോലെ ഈ വിടിയും പോയ കണ്ടെങ്കിൽ ഇരുന്നാൽ മതി, ഒന്നും മനസ്സിലാവില്ല. മാമനട്ടാക്കല്ലേ. അതെ, അതവിടെ നിർത്ത്. കാരണം ഒരുപാട് പൊളിച്ചു പണിയുണ്ടാവും. ഇനി ഇവനല്ലേ നായകൻ. അതെ, ഇവൻ വരുന്ന സീൻ തൊട്ടൊന്ന് വായിച്ചാൽ നോട്ടെ. അത് നോക്കട്ടെ എന്താ സംഭവം. ആ, അച്ഛനില്ലാത്ത സമയത്ത് വീട്ടിലേക്ക് കടന്നു വരുന്ന ജയേഷ്ണനെ നോക്കി ലക്ഷ്മി അതിശയത്തോടെ നിൽക്കുന്നു. അച്ഛനില്ലാത്ത സമയത്ത് വീട്ടിലേക്ക് കടന്നു വരുന്ന കൃഷ്ണനെ നോക്കി ലക്ഷ്മി അതിശയത്തോടെ നോക്കി നിൽക്കുന്നു. വളരെ നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടിയ അവർ പരസ്പരം കെട്ടിപ്പിടിക്കുന്നു. അളിയ, ഞാൻ കേട്ടാ ഇല്ല, എന്തോ സൗണ്ട് കേട്ട പോലെ. അത് പൂച്ചല്ല നല്ലതായിരിക്കും. നീ ഇരുന്ന് വായിക്കേ. ഇല്ലളിയ, ഇത് സ്ഥിരം കേട്ട് എനിക്ക് നല്ല ശീലമുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. നീ വായിക്കേ. ഇതെന്താ എല്ലാരും കൂടി ഇരുന്ന് വായിക്കുന്നത്? നോവലാ? അല്ലേ, ഞാൻ പോട്ടാ. ഇരിക്കടാ. ഇത് നോവലും ചെറുകഥയൊന്നല്ല. കനകൻ നായകനായിട്ട് അഭിനയിക്കാൻ പോണ നാടകത്തിന്റെ സ്ക്രിപ്റ്റ് വായിക്കാ. ആണോ? എന്തേ? അതെ, ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോ ഏറ്റവും നല്ലത് എന്താ അറിയാം? ചൂടുള്ള കട്ടൻ ചായയും എരിവുള്ള മിച്ചറും. നീ പോയിട്ട് അതിന്റെ എടുത്തിട്ട് വാ. ചെല്ലു പോയിട്ടോ. ഒന്നിങ്ങോട്ട് വന്നേ. കുക്കർ തുറക്കാൻ പറ്റുന്നില്ല, തുറന്നതാ. വാ, അവൻ ചെന്ന് തുറന്നു കൊടുത്തിട്ട് വാ. വേം വാ, വായിച്ചു കഴിഞ്ഞിട്ട് വേണം. നീ വായടാ. നീ ചെല്ലേ. നീ പോടേ. പോയിട്ട് അല്ലെങ്കിൽ ഒരു പോയിരണ്ടാവില്ല. ഇതൊക്കെ നേരെ ഇരുന്ന് കേൾക്കണതാ. വേം വാ. വായിച്ചോണ്ടിരിക്കുമ്പോ ഇത് എഴുത്തൊരു സുഖം പോരത്. എന്തടി ഇത്? എന്ത് ഈ കുക്കർ തുറന്നിരിക്കല്ലേടി? അത് ഞാൻ അടച്ചോളാം. ഇങ്ങോട്ട് വന്നേ. എന്താ ഏട്ടന്റെ ഉദ്ദേശം? എന്താ? ആരാണ് നായിക? ആരാ നായികയെന്ന്? കവിത. ദേ ഏട്ടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. തൊട്ടുരുമിയൊന്നും അഭിനയിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, കേട്ടല്ലോ. ഇത് നാടകമല്ലേ? നാടകത്തിലിപ്പോ ആവശ്യത്തിന് കുഴപ്പമുണ്ടത്. അത് നാടകമായിരിക്കും, പക്ഷെ ഇത് എന്റെ ജീവിതമാണ്. ഞാൻ സമ്മതിക്കത്തില്ല ഇങ്ങനെ അഭിനയിക്കാൻ. ഇങ്ങനെ എങ്ങനെ ഏട്ടൻ അഭിനയിച്ച സ്റ്റേജിൽ കയറി ഞാൻ പ്രശ്നം ഉണ്ടാക്കും. അതിന് നാടകത്തിൽ എഴുതി വെച്ച മാറ്റാൻ പറ്റുമോ നമുക്ക്? മാറ്റണ്ട ഏട്ടൻ, മാറ്റണ്ട. നീ ആരെ വിളിക്കാൻ പോണ? നീ ഇതെന്ത് പാടെന്നറിയാമല്ലേ? നാത്തൂനെ, ഓ, ഒന്നിങ്ങോട്ട് വന്നേ, അടുക്കളയിലോട്ട്. ആ, നിനക്കെന്തരീ? എന്തിനാ അവളെ വിളിക്കണ നീ? അതെ, അവിടെ വെച്ച് മാറ്റണ്ട, ഇവിടെ വെച്ച് മാറ്റാലോ. എഴുതിയത് എഴുതിയ ആളിവിടെ ഇല്ല, ആളെവിടെ പോയിരിക്കുകയാണ്. എഴുതിയ ആളൊന്നും വരണ്ട. ഇതൊക്കെ മാറ്റി എഴുതാൻ ഞാനും നാത്തൂനും മതി.
അവളാ ആ അവൾക്ക് നാടകത്തിന് ഏൽപ്പിച്ച് പറഞ്ഞോളൂ നീ അവളാണ് തിരുത്താൻ പോണ നാടകം. ഈ തൊട്ടുരുമി കളി ഇല്ലാതാക്കാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രം മതി. എടി നാടകത്തിൽ ഒരു സീൻ ഇപ്പൊ അങ്ങനെ തുടങ്ങി പിടിക്കാൻ പറ്റത്തില്ല ഏട്ടാ, പറ്റത്തില്ല. അങ്ങനെ അഭിനയിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. നീ ഒന്ന് ആ ഈ നമ്മുടെ ഇതിന്റെ യൂണിയന്റെ ഒരു നാടകം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഒരു പുതിയ നാടകം വന്നിട്ടുണ്ട്. ആ നാടകത്തിൽ അഭിനയിക്കുന്നത് അപ്പൊ സ്ക്രിപ്റ്റ് അവിടെ വായിച്ചോണ്ടിരിക്കും. കമ്പിളിക്കുട്ടനെ ഞാനും അമ്മാവനോട് വായിച്ചോണ്ടിരിക്കുകയായിരുന്നു. അമ്മാവനാണ് ഡയറക്ടർ. എവിടെ വിളിച്ചിട്ട് കുക്കർ അടക്കണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിരുത്തി ഇവിടെ ഓരോ കാര്യം പറഞ്ഞിട്ടുണ്ട്. നാത്തൂനെ കെട്ടിപ്പിടിക്കണതും ഉമ്മാക്കണതും ഒക്കെയാണ് എഴുതി വെച്ചേക്കണത്. ഞാൻ പറഞ്ഞു പറ്റത്തില്ലെന്നു. വർഷത്തിൽ ഒരു പ്രാവശ്യമല്ലേ ഉള്ളു, അവൻ എന്തെങ്കിലും പറഞ്ഞ മനസ്സിലാവണ്ടേ? കഴിഞ്ഞ വർഷം നാടകം കാണാൻ വന്നത് ഓർമ്മയുണ്ടല്ലോ. അന്ന് ആ നായിക കയറി ഏട്ടനെ പിടിച്ചപ്പോഴത്തേക്ക് നാത്തൂൻ എന്താ ചെയ്തത്? എന്റെ കാലേ ചവിട്ടുന്ന് പിച്ചുന്ന് മാന്തുന്ന് ഇങ്ങനെ വർഷം ഓരോ നായികനെ പിടിച്ച് കെട്ടിപ്പിടിക്കാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല ഏട്ടാ. കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ എന്തായത്? അതൊരു ചെറിയ സീനല്ലായിരുന്നു അത്. ഓ ചെറിയ സീൻ ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് വലുതാക്കി. ഏട്ടൻ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുന്നു, ആ പെണ്ണ് ഇങ്ങോട്ട് കെട്ടിപ്പിടിക്കുന്നു. ഷോ നാണം കൊണ്ട് എന്റെ തൊലി ഉരിഞ്ഞു പോയി. ഇത് നാടകത്ത് സംവിധാനം പറഞ്ഞ കണക്കല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞാൻ ഉണ്ടാക്കുന്നതാണ്, ഞാൻ മനപ്പുറം കയറി പിടിക്കുന്നതാണ്. അത് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് സ്ക്രിപ്റ്റില്. ആ സ്ക്രിപ്റ്റിനനുസരിച്ച് നമ്മൾ ചെയ്യണത്. താല്പര്യമില്ലെങ്കിൽ ചെയ്യണ്ട, ഞാനല്ലേ അഭിനയിക്കുന്നത്. അതാ പറഞ്ഞ ഞാൻ സമ്മതിക്കത്തില്ലെന്ന്. നീ എന്തിനാ സമ്മതിക്കണത്? ഇപ്പൊ എന്റെ സമ്മതമില്ലാതെ ഏട്ടനെ അഭിനയിക്കാൻ പോകും. അല്ല, എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കണം. നിങ്ങൾക്ക് രണ്ടുപേർക്ക് നാടകത്തെ കുറിച്ച് വല്ലതും അറിയാമോ? ഈ നാടകത്തെ കുറിച്ച് എന്തെങ്കിലും അറിയാം നിങ്ങൾ ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു. നീ നാടകം കണ്ടിട്ടുണ്ടോ? നീ കണ്ടിട്ടുണ്ടോ നല്ല നാടകങ്ങൾ? മോനെ ഞങ്ങള് കാണുന്നത്ര നാടകം നീ കണ്ടിട്ടുണ്ടോ? ഞങ്ങള് കാണുന്നത്ര അഭിനയം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദിവസവും കാണുമല്ലേ നാടകവും അഭിനയവും. അതിനകത്ത് അഭിനയിക്കുന്ന മുഖ്യ ആളുടെ പേരെന്താണെന്നറിയാമോ? ഭർത്താവ്. എന്തെല്ലാം ഭാവങ്ങളാണ് മുഖത്ത് മിന്നി മറയണമെന്നുള്ളത് ഭാര്യമാരോട് ചോദിച്ചു നോക്കണം. അതിന് വലിയ നടനൊന്നും ഒരു നാടകത്തിലും ഇല്ല, സിനിമയിലും ഇല്ല. അതിൽ ഓസ്കാർ കിട്ടിയ ആളുടെ കൂടെയാണ് ഞാനിപ്പോ ജീവിച്ചോണ്ടിരിക്കുന്നത്. പേര് ക്ലീറ്റോ. അവിടെ നാടകത്തിനെ കുറിച്ച് ഒരുപാടൊന്നും പഠിപ്പിക്കണ്ട, എന്റെ മോൻ അത് ചെയ്യണ്ട. അത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞേക്ക്. ഈ കാര്യത്തില് ലേലം വിളിക്കാ നിന്നെ. സ്ക്രിപ്റ്റ് ഒക്കെ തിരുത്തിയിട്ട് അഭിനയിച്ചു. ഒരു കാര്യം ചെയ്യാൻ സ്വാതന്ത്ര്യമാണ്. അത് നിങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഒരു സ്വാതന്ത്ര്യം തരികയല്ല. പോ. ആ സീനല്ലേ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇല്ല, അതിന്റെ ചെറിയ രീതിയിലേ ചെയ്യുള്ളൂ. പിന്നെ കനകം കുഴപ്പമില്ല, അവൻ കഴിഞ്ഞ പ്രാവശ്യം അഭിനയിച്ചപ്പോഴും നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഏൽപ്പിച്ച നടി എങ്ങനെയാന്ന് അപ്പൊക്ക് അറിയാത്ത? ആ കുട്ടി അഭിനയിച്ചില്ലെങ്കിൽ ആകെ കൊളാവട്ടോ. ആ നായികയുടെ കയ്യിലാണ് ഈ നാടകം ഇരിക്കുന്നത്. ഒന്നും ഇങ്ങോട്ട് പാടത്. എത്ര നേരത്? എന്താ ഈ അഭിനയം എന്ന് പറഞ്ഞ കളിക്ക കുട്ടിക്കളിയത്? അതെ, ഈ നാടകം എന്ന് പറഞ്ഞാലേ എഴുതുമ്പോഴും വായിക്കുമ്പോഴും അഭിനയിക്കുമ്പോഴും ആദ്യം അഭിനയിക്കുന്ന ആൾ ആസ്വദിക്കണം, അനുഭവിക്കണം. എന്നാലേ പ്രേക്ഷകൻ ആസ്വദിക്കൂ, അനുഭവിക്കൂ. അവൻ നന്നായിട്ട് അനുഭവിച്ചോണ്ടിരിക്കന്നെ, അതെനിക്ക് മനസ്സിലായി. മണ്ണാങ്കട്ട ഇങ്ങനെയൊന്നും അഭിനയിച്ചാ പോരാ. നീ വായിക്ക്. നീ ഒന്ന് വായിക്കേ. അച്ഛനില്ലാത്ത സമയത്ത് വീട്ടിലേക്ക് കടന്നു വരുന്ന ജയകൃഷ്ണനെ ലക്ഷ്മി അതിശയത്തോടുകൂടി നോക്കുന്നു. വളരെ നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടിയ അവർ പരസ്പരം അങ്ങനെ നോക്കി നിൽക്കുന്നു. അതെ, നീ എങ്ങടേ പോണത്? നീ അതിന്റെ എരിവും പുളിയും കളയല്ലേ, നോക്കി നിന്നാ പോരാ. അപ്പൊ നേരത്തെ വായിച്ചല്ലേ, രണ്ടുപേരും പരസ്പരം വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോ ഇങ്ങനെ വന്നു എന്നിട്ടേ എല്ലാം മറന്ന് കെട്ടിപ്പിടിക്കുന്നു. അപ്പൊ ലൈറ്റ് ഓഫ്. പിന്നെ കിസ് ചെയ്യണ മ്യൂസിക്കാണ്. എന്താ മോന്റെ ഉദ്ദേശം? നാടകം സംവിധാനം ചെയ്യാ, അല്ലാതെ ഈ നാടകം തന്നെ സംവിധാനം ചെയ്യണമെന്ന് എന്താ എത്ര നിർബന്ധം? അല്ല, അവരെടുക്കണ നാടകല്ലേ ഇപ്പൊ നമുക്ക് സംവിധാനം ചെയ്യാൻ പറ്റൂ. വല്ല രാമായണത്തിലോ മഹാഭാരതത്തിലോ കഥ എടുത്താ മതി. ഞാൻ പറഞ്ഞതാ പുരാണം മതിയായിരുന്നു. അപ്പൊ അവർക്ക് ഇപ്പോഴത്തെ സമകാലീന പ്രശ്നങ്ങൾ ഉൾക്കൊണ്ട നാടകം തന്നെ വേണം. എന്താ ചെയ്യാ? എന്നിട്ട് കെട്ടിപ്പിടിക്കലും ഉമ്മവക്കലും ഒക്കെ സീനുകൾ കുത്തി കയറ്റുക. അത് നാടകമാകുമ്പോ അതുണ്ടാവില്ലേ? പറ്റത്തില്ല അമ്മവ, ഞാൻ സമ്മതിക്കത്തില്ല ഇങ്ങനെ നാടകം അഭിനയിക്കാൻ. ഒരു നായകനും പ്രേമിക്കുമ്പോ പിന്നെ പരസ്പരം തൊടും പിടിക്കൊക്കെ ചെയ്യില്ല. എന്താ ഈ നിൽക്കുന്ന ആരാ? ഈ നിൽക്കുന്നത് ആരാ? ജയകൃഷ്ണൻ. ഏത് ജയകൃഷ്ണൻ? ജയകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടകത്തിലെ നായകൻ. വർഷങ്ങൾക്ക് ശേഷം നായികയെ കണ്ട് സന്തോഷപരിയനായി വരുന്ന ജയകൃഷ്ണൻ. അമ്മാവന്റെ മനസ്സ് ഇത്രയും ചഞ്ചലപ്പെട്ടെങ്കിൽ ആ വരുന്ന പെണ്ണിവനെ കാമുകനായിട്ട് കാണൂലേ? കാണണം.
കണ്ടില്ലെങ്കിൽ ഞാൻ ഈ നാടകത്തിൽ കെട്ടില്ല. അവളെ കാമുകനായിട്ട് കാണണം, ഇവൻ അവളെ കാമുകയായിട്ട് കാണണം. അങ്ങനെ കാണാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്നാ പറഞ്ഞത്. ഇത് പെണ്ണെ നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ? അഭിനയിക്കുമ്പോ കഥാപാത്രമായിട്ട് ജീവിക്കണം. അങ്ങനെ ജീവിക്കണ്ട. അല്ല ജീവിച്ചോട്ടെ, അവർ അയൽവക്കക്കാരനും അയൽവക്കക്കാരിയായിട്ട് ജീവിച്ചോട്ടെ. കാമുകനും കാമുകയും കണ്ടോടത്ത് അയൽവക്കക്കാരനും അയൽവക്കും കണ്ട കഥ വേറെ അല്ലേ കുട്ടിയത്? കഥ വേറെ ആർക്കോട്ടെ. ഈ വരുന്ന അവൾമാരെ എത്രക്കാരിയാന്ന് ആർക്കറിയാം? അമ്മാവൻ ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് ജീവിക്കണോണ്ട് അമ്മാവൻ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവാത്തത്. ഈ നാടകത്തിൽ അഭിനയിക്കുന്ന ഒരു സിനിമയിൽ അഭിനയിക്കുന്നവരൊക്കെ മോശം ഞങ്ങളുടെ വിചാരം. അങ്ങനെ എല്ലാരും മോശക്കാരാന്ന് പറഞ്ഞില്ല, പക്ഷെ ഏട്ടൻ ഇങ്ങനെ അഭിനയിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്താ അങ്ങനെ അഭിനയിച്ചോണ്ട് കുഴപ്പം? വേണ്ട, എന്തിനീ തൊട്ടും പിടിച്ചക്കുന്ന കൊള്ളൂല്ലാത്. അതെ, നീ അവിടെ ഇരിക്കേ പറയണേക്ക് അവിടെ ഇരിക്കേ. നാടകം കളിക്കണ്ടേ? ഒരു സംരംഭത്തിന് ഇറങ്ങുമ്പോ പല പ്രശ്നങ്ങളുണ്ടാവും, അത് പരിഹരിക്കണം. കല്യാണം അവിടെ ഇരിക്കേ. നിങ്ങൾ രണ്ടാളും മാമൻ പറയട്ടെ, ഇങ്ങോട്ട് വാ വാ നടക്ക്. ഈ വാ നടക്കാം, ഞാൻ പറഞ്ഞുതരാം. നീ ഇതെന്താടി ബോധം വിവരമില്ല എനിക്ക്? ആമ്പിളിക്കുട്ട ഇരിക്കുമ്പോഴാണോ കനകേട്ട കെട്ടിപ്പിടിച്ച് അഭിനയിക്കരുത് എന്ന് പറയാ? അവനെന്താ തോന്നുക? നിനക്ക് നിന്റെ ഭർത്താവിന് വിശ്വാസം ഇല്ല തോന്നില്ലേ? എനിക്ക് എന്റെ ഏട്ടനെ വിശ്വാസമൊക്കെ തന്നെ. വിശ്വാസമുള്ളവർ ഇങ്ങനെ പറയില്ല, എന്താ ആയിക്കോട്ടെ എന്നാ പറയാ. എന്റെ അമ്മാവ ഇത് വിശ്വാസമില്ലായ്മയൊന്നും അല്ല. ഈ കണ്ണി കണ്ട പെണ്ണുങ്ങൾ നീ തൊട്ടും പിടിച്ചൊക്കെ അഭിനയിക്കുമ്പോ എന്റെ ചെറുക്കം കളങ്കപ്പെട്ടു പോകുന്നു. എന്റെ അമ്മേ, എടി അങ്ങനെയാണെങ്കിൽ എത്ര പേര് ഈ നാട്ടിലെ കളങ്കപ്പെട്ടു പോകണം? നീ എത്ര സിനിമ കണ്ടിരുന്നു, സീരിയൽ കണ്ടിരുന്നു, നാടകം കണ്ടിരുന്നു. ഇതിലൊക്കെ നായകനും പാട്ടുപാടി അഭിനയിക്കുന്നത് കണ്ടിട്ടില്ലേ? അതിൽ വല്ല കുഴപ്പമുണ്ടോ? ഇനിയിപ്പോ കെട്ടിപ്പിടിക്കണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ ആ സീനില് അച്ഛനും മോനും കൂടെ കെട്ടിപ്പിടിക്കട്ടെ. എന്താ ഈ പെണ്ണ് പറയണത്? നായകനും പ്രേമിക്കേണ്ട സ്ഥാനത്ത് അച്ഛനും മകനും കെട്ടിപ്പിടിച്ചിട്ട് എന്താ കാര്യം? ഇതൊന്നും പറ്റില്ല, അത് കെട്ടിപ്പിടിക്കുന്ന സീനൊക്കെ അഭിനയിക്കണം. എന്തായാലും എന്റെ സഹായം വല്ലതും വേണോ? എന്നാ പിന്നെ ക്ലീറ്റോ ചേട്ടൻ നായകനായിട്ട് അഭിനയിക്കട്ടെ. നിങ്ങളിപ്പോ ആരും ഇങ്ങോട്ട് വിളിച്ച് എങ്ങോട്ടാ വന്നത്? ക്ലീറ്റോന്റെ പാർട്ടിയുടെ നാടകമാണോ ഇത്? ക്ലീറ്റോന് അഭിനയിക്കാൻ പറ്റുമോ? ക്ലീറ്റോൻ അഭിനയിക്കാൻ പറ്റുമോ? അവനവന്റെ കാര്യം പറയുമ്പോ എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ. ഇതേ അമ്മാവൻ എന്റെ ജീവിതം വെച്ചാട്ടാ കളിക്കുന്നത്. എടി എങ്ങനെ ജീവിതം വെച്ച് കളിക്കണത്? നിങ്ങളൊക്കെ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഞങ്ങൾ ഈ സിനിമയിലും നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന ഒരു തനി പൊട്ടയാണെന്ന്. ഇതിൽ അഭിനയിക്കുന്ന ഓരോ നടിക്കും ഭർത്താവുണ്ട്, ഓരോ നടനും ഭാര്യമാരുണ്ട്. അവരൊക്കെ കുടുംബമായിട്ട് ജീവിക്കുന്നവരാ. കലയോടുള്ള ബഹുമാനം കൊണ്ടും ജീവിക്കാനും വേണ്ടിയിട്ടാണ് ഇതിൽ അഭിനയിക്കുന്നത്. അതൊക്കെ എനിക്കറിയാം, പക്ഷെ ഏട്ടൻ ആ പെണ്ണുമായിട്ട് കെട്ടിപ്പിടിക്കണമെന്ന് അഭിനയിക്കണ കാണാൻ എനിക്ക് പറ്റത്തില്ല. അമ്മാവ എന്ത് കാര്യത്തിനാണ് ഇപ്പൊ ഇങ്ങനെ ചെയ്യണത്? എടി ഇത് കലയല്ലേ? നിങ്ങൾ എന്നെ കണ്ടുപിടിക്കും. എന്റെ ജീവിതം നീ കണ്ടിട്ടില്ല? എത്ര വർഷമായിട്ട് ഞാൻ നാടകം ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങി. എത്ര ക്ലബ്ബുകളുടെ, എത്ര സമിതികളുടെ. സംവിധാനം മാത്രം എത്ര നാടകത്തിൽ ഞാൻ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്നറിയോ? ഇന്ന് വരെ ഏതെങ്കിലും ഒരു സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുക, അല്ലെങ്കിൽ എന്തെങ്കിലും അർത്ഥം വെച്ചൊരു നോട്ടോ അഴകേശം ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് അന്വേഷിച്ച് നോക്ക്. അങ്ങനെ നിങ്ങൾ പറയുന്ന പോലെ വഴി തട്ടണവനാണെങ്കിൽ എന്റെ വീട്ടിൽ നിന്ന് നാടക നടികളാവും. നിങ്ങൾ ഒറ്റത്തടിയായിട്ട് കിട്ടേണ്ട ആവശ്യമുണ്ട് എനിക്ക്. പറഞ്ഞ് എടാ, നിങ്ങള് ഒരു കാര്യം ഇനി അഥവാ എന്റെ നാടകത്തിൽ ആർക്കെങ്കിലും അങ്ങനെ തെറ്റായിട്ട് വല്ല വിചാരോ നോട്ടോ ഭാവോ ഉണ്ടായാൽ അത് നീയായാലും ശരി വരുന്ന പെണ്ണായാലും ശരി, അന്ന് ചവിട്ടി പുറത്താക്കും ഞാൻ. കല എന്ന് പറഞ്ഞ അത്രയും പവിത്രമായിട്ടുള്ളതാണ്. അതിന് ഭക്തിയോടെ കൂടി വേണം കാണാൻ. അഴകേശനെ കണ്ടുപിടിക്കുക. ഇന്ന് വരെ ജീവിതത്തിലെ കലാജീവിതത്തിലെ ഒരു ചീത്തപ്പേര് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അതുണ്ടാക്കാൻ ഞാൻ ആരും അനുവദിക്കില്ല. ഇതിപ്പോ അമ്മാവൻ പറഞ്ഞ പോലെ അമ്മാവനെ പോലെ നിങ്ങൾ മുമ്പോട്ട് പോകാനാണെങ്കിൽ അവർക്ക് കുഴപ്പമില്ല. അല്ല അമ്മാവൻ പറയണ കേട്ട് നിന്നോളണം. പിന്നെ ഞാനല്ലേ നിൽക്കണേ? എന്റെ മുമ്പിൽ വെച്ച് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കെട്ടിപ്പിടിക്കൊന്നും വേണ്ട, കയ്യേലൊക്കെ പിടിച്ച്. എന്നാ പിന്നെ നിങ്ങളുടെയും കൂടി ഭാഗം കണ്ടിട്ട് ഞാൻ കുറച്ചൊക്കെ ഒരു മയപ്പെടുത്താം, ചില രീതികളൊക്കെ ഒന്ന് മാറ്റാം. കുഴപ്പമില്ലല്ലോ. എപ്പോഴാണ് ലക്ഷ്മി വരിക? ലക്ഷ്മിയാ? കവിതയാണോ മല്ലികയാണോ ജയന്തിയാണോ എന്നൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. എന്റെ മനസ്സിൽ മുഴുവൻ ലക്ഷ്മി എന്ന കഥാപാത്രമാണ്. ഇവിടെ കഥാപാത്രത്തിനാണ് പ്രസക്തി. ഇപ്പൊ വരുമല്ലോ അല്ലേ? നീ കുളിക്കാൻ കുറച്ച് വെള്ളം എടുത്തു വെക്ക്. വെള്ളം ചൂടാക്കിയിട്ടേക്ക്. പിന്നെ വീണ്ടും ഒരു കാര്യം പറഞ്ഞേക്കാം. എന്റെ അഭിമാനത്തിനെങ്ങാനും ക്ഷതം വരുത്തിച്ചാൽ അറിയാലോ. ഇരുന്ന് പഠിക്കണോ? ഇത് മൊത്തം ഒന്ന് ഉഴുത് മറച്ചിട്ട് ഒരുപാട് പണിയുണ്ട്. ഞാൻ പോയിട്ട് വരാം. ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ പടം കുളവും കേട്ടാ.
മറ്റേ കൊച്ചാണെന്ന് തോന്നുന്നു. തന്നെ തന്നെ. ഞാൻ കവിത നാടകത്തിൽ അഭിനയിക്കാൻ വന്നു. മനസ്സിലായി. ഞാൻ കനകനാ. ഓ, ജയകൃഷ്ണന്റെ ക്യാരക്ടർ. അതെ അതെ അതെ. അമ്പിളിക്കുട്ടനാ വിളിച്ചത്. ഞാൻ വിളിച്ചത്. എന്നെ വിളിച്ചത്. ആ, ഞാൻ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറാ. ശരി ശരി ശരി. ജമന്തി ജമന്തി വാ. ആ, അത് ക്ലീറ്റോ അളിയനാ. നാടകത്തിൽ അങ്ങനത്തെ കഥാപാത്രം ഉണ്ടോ? ഡയലോഗ് ഉണ്ടോ? അയ്യോ, അങ്ങനെയല്ല. ഇത് ഇദ്ദേഹത്തിന്റെ സ്വന്തം അളിയനാണ്. ഓ, അങ്ങനെ. ഡയലോഗ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇപ്പൊ മനസ്സിലായി. വാ, നടക്ക്. ഇതെന്റെ ഭാര്യ. നമസ്കാരം. നമസ്കാരം. നാടക നടിയ. മനസ്സിലായി. ഈ വരുന്നതാണ് എന്റെ പെങ്ങളാ തങ്കം. പാടി. നമസ്കാരം ചേച്ചി. ഇത് ഇതാണ് നാടകത്തെ വയ്ക്കുന്ന കുട്ടി. കുട്ടിയോ? കുട്ടിക്ക് കുട്ടികളൊന്നുമില്ല. എനിക്കൊരു മോനുണ്ട്, 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാനേ കണ്ടിട്ടുണ്ട് കേട്ടോ. ആ, കണ്ടു കാണും. ഞാനിപ്പോ അടുത്തിടയ്ക്ക് 2 സിനിമയിൽ അഭിനയിച്ചായിരുന്നു. പിന്നെ ചാനലിലൊക്കെ എന്നെ സ്ഥിരം കാണാറില്ലേ? സമയം ഉണ്ടായിട്ട് വന്നതല്ല. പിന്നെ ഒരു പുതിയ ഡയറക്ടറാണല്ലോ, എന്തെങ്കിലുമൊക്കെ പഠിക്കാമല്ലോ. പിന്നെ മുകളിൽ നിന്നുള്ള പ്രഷർ, അതുകൊണ്ട് മാത്രം വന്നാണ്. തീരെ സമയമില്ല. തിരക്കല്ലേ? ആ, പിന്നെ ഭയങ്കര തിരക്കാ. ചായ എടുക്കട്ടെ? ഓ, ആയിക്കോട്ടെ. മധുരം പറ്റുമോ? ഷുഗർ? ഒരു കുഴപ്പമില്ല, എടുത്തോ. ജയകൃഷ്ണ, ഞാനൊരു സീരിയൽ ആർട്ടിസ്റ്റ് ആണെന്നുള്ള അഹങ്കാരമൊന്നും എനിക്കില്ല. ഒരു ടെൻഷനും വേണ്ട, നമുക്കിത് പൊളിക്കണം. അമ്മാവനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അയ്യോ, സാറെന്താ അഴകേശൻ സാറ്? സാറ് കുളിച്ചോണ്ടിരിക്കുക. ആ, ഡയറക്ടർ സാറേ. അങ്ങനെയാ സംവിധായ. എന്തേ? ഒന്നുമില്ല, ഞങ്ങളുടെ അമ്മാവനാണ്. ആയതുകൊണ്ട് പറഞ്ഞതാ. എന്റെ അമ്മാവനല്ലല്ലോ, എനിക്ക് സാറല്ലേ ഡയറക്ടർ. ഒന്ന് വിളിക്കോ? സാറേ, അമ്മാവ സാറേ, അഴകേശ് സാറേ. അമ്മാവാ സാറേ, കുളിക്കാൻ ഒരുപാട് സമയം എടുക്കും. കുഴപ്പമില്ല. ഇവിടെ ഇതാണ് ഞങ്ങളുടെ അമ്മാവൻ ഡയറക്ടർ. ഇയാളാണ് ഡയറക്ടർ? നിങ്ങളുടെ അമ്മാവൻ? ഇങ്ങനെ ഡയറക്ടർ AKV അല്ലേ? അയ്യോ, ഇത് ഞങ്ങളുടെ അഴകേശൻ അമ്മാവൻ. അത് തന്നെയാ പറഞ്ഞത്, ഡയറക്ടർ AKV. ഇയാളുടെ നാടകത്തെ അഭിനയിപ്പിക്കാനാണോ എന്നെ വിളിച്ചു വരുത്തിയത്? ഇല്ല, എന്താണ് പ്രശ്നം എന്ന് പെങ്ങളെ എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. മനസ്സിലായിട്ടില്ലല്ലേ? പണ്ട് ഇയാൾ എന്നെ ഒരു നാടകത്തെ അഭിനയിപ്പിക്കാൻ വിളിച്ചു വരുത്തിയതാ. എന്നിട്ട് എന്റെ കൈ കയറി പിടിച്ച് അപമര്യാദയായിട്ട് വർത്തമാനവും പറഞ്ഞിട്ട് ഓർമ്മയുണ്ടാവും. നിന്ന് കണ്ണും കറിയും കാണിക്കുന്നു. ഇയാൾ ഞാൻ അന്ന് നോക്കി വെച്ചതാ. അന്ന് മുങ്ങിട്ട് ഇപ്പഴാ എന്റെ മുമ്പേ വന്ന് നിൽക്കുന്നത്. ഇങ്ങോട്ടിറങ്ങി മാഡം, ഇങ്ങോട്ടിറങ്ങി മാഡം. നിങ്ങളെന്നാ? ഓ, പ്രായത്തെ മാനിച്ച് ഞാനൊന്നും ചെയ്യുന്നില്ല. ഞാൻ പോയി വീട്ടും അങ്ങോട്ട് ഫയൽ ചെയ്താൽ താൻ പോയി അകത്ത് കിടക്കും. ഓ, തലയെക്കെട്ടും കെട്ടി നിൽക്കല്ലേ ഒരു സംവിധായകൻ. നിങ്ങളുടെ തൊണ്ടല്ലേ ഇല്ലാത്ത നേരം ഉണ്ടാക്കി ഈ കോപ്രായത്തിൽ എന്നെ വിളിച്ചു വരുത്തി അല്ലേ? പെങ്ങളെ ഇങ്ങനെ ഒരു സംഭവം ആരും അറിയില്ലല്ലോ. സംവിധായകൻ ചോദിക്കുന്നു, തേച്ചു കളയണം. നാടക സംവിധാനം ചെയ്യാൻ ഇറങ്ങിയേക്കുന്നു. ഡയറക്ടർ സാറേ, എന്താണാവോ ഈ AKV? അഴകേശൻ വലിയ വിള. Alien versus Alien.